ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഡയറ്റുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. വിത്തൗട്ട് ഓയിൽ റെസിപ്പിയാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കിലോയോളം വരുന്ന ചിക്കൻ കഴുകി ഡ്രെയിൻ ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും 1/4 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുക. അതിലേക്കൊരു 6 ഏലക്കായ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം ഗ്രാമ്പൂ ആണ്, കൂടിപ്പോണ്ട കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക്, ഒരു സ്റ്റാർ അനീസിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ പീസ് നട്ട്മഗ്, ജാതിയുടെ കുരു ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷാക്കി വരാം. ഇനി ക്രഷാക്കി വന്നതിലേക്ക് തന്നെ ഒരു 6 അല്ലിയോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് നീളത്തിനുള്ള ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10-20 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ക്രഷാക്കി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു മസാല നമ്മുടെ ചിക്കനിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1.25 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതിയും കൂടി ചേർത്ത് കൊടുക്കുക. ഏകദേശം 2 ടേബിൾ സ്പൂണോളം നാരങ്ങ നീരുണ്ടാവും. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം ഓവർനൈറ്റ് ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് അടുത്ത ദിവസം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഞാനിത് അടുപ്പത്തോട്ട് വെക്കുവാണ്. എന്നിട്ട് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുവാണ് കേട്ടോ. മൂടി വെച്ചിട്ടാണ് ഇപ്പോൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അത് വേകുന്ന ടൈമിൽ ഞാനിവിടെ 350 ml തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1-ാം പാലും 2-ാം പാലും മിക്സ് ആക്കിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി മൂടി വെച്ചിട്ട് കുക്കാക്കി എടുക്കാം. ഇടയ്ക്ക് ജസ്റ്റ് ഇത് മൂടി തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് തിളച്ച് വരുന്തോറും അതിനകത്തുള്ള എണ്ണയൊക്കെ തെളിഞ്ഞ് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ പിന്നെയും മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ കുറേ അങ്ങ് വറ്റിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നോക്കുമ്പോൾ ഇതാ സൈഡിൽ നിന്നൊക്കെ എണ്ണ നന്നായിട്ട് തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു ടൈമിലും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു ചിക്കൻ ഇരിപ്പുണ്ടാവുക. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിത് കുറച്ചും കൂടി ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താണ് കേട്ടോ ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇപ്പോഴും ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അരപ്പൊക്കെ പൊതിഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേജിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിനെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കുക. ഒട്ടും തന്നെ എണ്ണ ചേർക്കാണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം. ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ഇത് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക.